this video, forced harmonic oscillator part 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും സൊല്യൂഷനും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി പാർട്ട് അതിൻ്റെ സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സ്പെഷ്യൽ കേസസ്. അപ്പോൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് t²x/dt² പ്ലസ് 2k dx/dt പ്ലസ് ഒമേഗ 0² x is equal to f0 sin pt എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ f0 sin pt എന്ന് പറയുന്നതാണ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ഇനി അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എഴുതിയിരുന്നത് x is equal to a sin pt minus theta, where a is the amplitude and theta is the phase difference between the displacement and driving force. നമ്മൾ കൊടുത്ത ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ് പി. നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ അപ്ലൈഡ് പീരിയോഡിക് ഫോഴ്സ് ഇതായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു f0 sin pt. അതിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഈ f0 എന്ന് പറയുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്തെടുത്തിരുന്നു. വേർ ആംപ്ലിറ്റ്യൂഡ് ഇസ് f0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ 0² മൈനസ് p² ദി ഹോൾ സ്ക്വയർ പ്ലസ് 4k² p² ആൻഡ് ദ ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2kp ബൈ ഒമേഗ 0² മൈനസ് p². അപ്പം ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേഷനിൽ നമ്മൾ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് സൊല്യൂഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഡ്രിവൺ ഫോഴ്സ് കാരണം ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെൻറ്റിലെ ആംപ്ലിറ്റ്യൂഡ് ടേം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ഒമേഗ 0² ആൻഡ് p² എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്കിനി കാണേണ്ടത് വാട്ട് ഹാപ്പൻസ്, നമ്മൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസി കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ അത് ഈക്വൽ ആയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് p ആൻഡ് ഒമേഗ 0 വി ഹാവ് 3 ഡിഫറെൻറ്റ് കേസസ്. അപ്പോൾ കേസ് 1 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് p is very much less than omega 0. അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി is very much less than omega 0 എന്നാണ്, നാച്ചുറൽ ഫ്രീക്വൻസി omega 0 എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ടീഷനെ, ഡ്രൈവിംഗ് ഫ്രീക്വൻസി കുറവായിട്ടുള്ള കണ്ടീഷനെ we call it as ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയും. ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കുറവ്. അപ്പം ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ആണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സി വാട്ട് ഹാപ്പൻസ് അറ്റ് ദ ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസി. അപ്പോൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കുറവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിയുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. സി ഹിയർ എ ഈസ് ഈക്വൽ ടു f0 ഡിവൈഡ് ബൈ ഈ ടേം ഉണ്ട്, ഒമേഗ 0² മൈനസ് p² പ്ലസ് 4k² p² എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലേ. ഇവിടെ പി വളരെ കുറവാണെന്ന് പറഞ്ഞാൽ p² ചെറുതാണ്. ദെൻ എഗെയിൻ അതിന് ഒന്നുകൂടെ സ്ക്വയർ ചെയ്യുമ്പോൾ p⁴ എന്ന് പറയുന്ന ടേം വീണ്ടും വളരെ കുറവായിരിക്കും. സോ വി ക്യാൻ നെഗ്ലെക്ട് ദീസ് 2 ടേംസ്. p² എന്ന് പറയുന്ന ടേം ഇവിടെയും ഉണ്ട് ഇവിടെയുണ്ട്. ഈ രണ്ട് ടേമിലും ഡിനോമിനേറ്ററിലുള്ള രണ്ട് ടേമിലും p² ഉണ്ട്. അപ്പോൾ p² ഉള്ള ടേമിനെ നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. അതായത് വി ക്യാൻ നെഗ്ലെക്ട് 4k² p² വളരെ ചെറുതായിരിക്കും, കാരണം p² ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ p² ദ ഹോൾ സ്ക്വയറും നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. ബാക്കിയുള്ളതെന്ന് പറയുന്നത് a is equal to f0 ഡിവൈഡഡ് ബൈ ഒമേഗ 0² എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഒമേഗ 0⁴ എന്ന് വരും, റൂട്ട് ഓഫ് ഒമേഗ 0⁴ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ 0² എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു f0 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ കൊടുത്തിരുന്നത് f0 ബൈ എമ്മിനെയാണ് നമ്മൾ f0 എന്ന് കൊടുത്തിരുന്നത്. f0, ഈ ക്യാപിറ്റൽ f0 എന്ന് പറയുന്നത് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഡ്രിവൺ ഫോഴ്സ്. നമ്മൾ കൊടുത്ത പീരിയോഡിക് ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് f0, മാക്സിമം വാല്യൂ ആണ് f0 എന്ന് പറയുന്നത്. അപ്പം അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു f0 ഡിവൈഡഡ് ബൈ m ഒമേഗ 0² എന്ന് കൊടുക്കാം. അപ്പോൾ ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിൽ ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് ഈക്വൽ ടു f0 ഡിവൈഡഡ് ബൈ m ഒമേഗ 0² അല്ലേ. അഗെയിൻ ഈ m ഒമേഗ 0² നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു c എന്ന് കൊടുക്കാം. It is equal to c. So this is equal to f0 divided by c, where c is a constant. f0 എന്ന് പറയുന്നത് another constant. So a is equal to a constant എന്ന് കിട്ടും. Amplitude a is equal to a constant. അപ്പം ഡ്രൈവിംഗ് ഫ്രീക്വൻസി കുറവാണെങ്കിൽ the body oscillates with a constant amplitude എന്ന് നമുക്ക് പറയാം. ബോഡി ഓസിലേറ്റ് വിത്ത് നിയർലി കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിൽ ബോഡി oscillates with
കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ആ ഫോഴ്സ് കോൺസ്റ്റൻറ്റിനെ മാത്രമേ ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Now let's see the second case, which is P very much greater than omega 0. Case 2. P very much greater than omega 0. അപ്പം P വലുതായതുകൊണ്ട് നമ്മളതിനെ ഹൈ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുതലാണ്, ഹൈ ഡ്രൈവിംഗ് കണ്ടീഷൻ എന്ന് പറയാം. ഹൈ ഡ്രൈവിംഗ് കണ്ടീഷൻ. P ഗ്രേറ്റർ ആണെങ്കിൽ ഹൈ ഡ്രൈവിംഗ് കണ്ടീഷൻ, P ലെസ് ആണെങ്കിൽ അതിനെ ലോ ഡ്രൈവിംഗ് കണ്ടീഷൻ എന്ന് പറയും, ലോ ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹൈ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിൽ വാട്ട് ഹാപ്പൻസ് എന്ന് നോക്കാം. അപ്പോൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുമ്പം നമ്മൾ ഡാമ്പിങ്ങിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഡാമ്പിംഗ് കുറവാണ് എന്നർത്ഥം അല്ലേ. K എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാം, ഡാമ്പിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ what happens to the amplitude of the oscillator? നമ്മൾ ആ ടേം എടുത്തേ, A is equal to F0 divided by ഈ ടേം ആണല്ലോ ഡിനോമിനേറ്ററിൽ. അപ്പോൾ അവിടെ K അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഈ 4k² p² എന്ന് പറയുന്ന ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. പിന്നുള്ളത് ആരാണ്? ഒമേഗ 0² മൈനസ് p² ആണ്. അപ്പോൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി ഒമേഗ 0² നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ടേമും പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ളത് എന്താണ്? A is equal to F0 divided by p² the whole square, root of p² the whole square എന്ന് വരും. p² the whole square. ഒമേഗ 0യും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു, ഒമേഗ 0² നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ദെൻ 4k² p² എന്ന് പറയുന്ന ടേമിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ബാക്കിയുള്ളതാണ് ഈ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് F0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് p² the whole square നമുക്ക് എങ്ങനെ എഴുതാം? p² എന്ന് എഴുതാം. F0 ഡിവൈഡ് ബൈ p² വിച്ച് ഇസ് ഈക്വൽ ടു F0യുടെ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ mp² എന്ന് വരും. A is equal to F0 divided by mp². ദാറ്റ് മീൻസ് ഹൈ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടേമാണ് F0 divided by mp². P ഹയർ ആണ്, അത് ഡിനോമിനേറ്ററിലാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറയും എന്നർത്ഥം. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസിങ് ഫ്രീക്വൻസി. നമ്മൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ inversely proportional to 1 by p² ആണ്. സോ ആസ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഇൻക്രീസസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ്. അപ്പോൾ ഹൈ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിൽ ഓസിലേറ്റിംഗ് ബോഡിയുടെ ആംപ്ലിറ്റ്യൂഡ് കുറയും. ദെൻ മൂന്നാമത്തെ കണ്ടീഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, കേസ് 3. കേസ് 3 ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് വെൻ P ഇസ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒമേഗ 0. ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം. ഈ കണ്ടീഷനെ വി കോൾ ഇറ്റ് ആസ് റെസണൻസ് എന്ന് പറയും. റെസണൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്, കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. റെസണൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് റെസണൻസ് കണ്ടീഷനിൽ ദ ബോഡി ഓസിലേറ്റ്സ് വിത്ത് ദ നാച്ചുറൽ ഫ്രീക്വൻസി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് അനദർ വൈബ്രേറ്റിംഗ് ബോഡി. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഫിനോമിനൻ ഓഫ് മേക്കിംഗ് എ ബോഡി വൈബ്രേറ്റ് വിത്ത് ദ നാച്ചുറൽ ഫ്രീക്വൻസി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് അനദർ വൈബ്രേറ്റിംഗ് ബോഡി വിത്ത് ദ സെയിം ഫ്രീക്വൻസി. രണ്ടിൻ്റെയും ഫ്രീക്വൻസി മാച്ച് ചെയ്യും, അതിനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റെസണൻസ് കണ്ടീഷനിൽ വാട്ട് ഹാപ്പൻസ് നമുക്കറിയാം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആകും. A മാക്സിമം ആകും. നിങ്ങൾ സോണോമീറ്റർ കണ്ടിട്ടുണ്ടാവും, സോണോമീറ്റർ എക്സ്പെരിമെൻറ്റ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെസണൻസ് കോളം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിലൊക്കെ ഈ റെസണൻസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ നമ്മളൊരു ബോഡി, ഇപ്പോൾ സോണോമീറ്ററിലാണെങ്കിൽ നമ്മളൊരു ഒരു ട്യൂണിങ് ഫോർക്കിന് നമ്മൾ കോർക്ക് യൂസ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ അടിച്ച് അതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ ഒരു ത്രെഡിൽ നമ്മൾ വയ്ക്കും. ഒരു മെറ്റൽ ത്രെഡിൽ നമ്മൾ രണ്ട് നൈഫ് എഡ്ജസിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റൽ ത്രെഡിൽ നമ്മൾ വയ്ക്കും. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. അത് വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഫ്രീക്വൻസി ട്യൂണിങ് ഫോർക്കിൻ്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ത്രെഡ് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു പേപ്പർ പീസ് അതിനകത്ത് മടക്കിയിടും. സോ ദാറ്റ് ഈ വൈബ്രേഷൻ എപ്പോഴാണോ നമ്മുടെ ട്യൂണിങ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയും ഈ ത്രെഡ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും സെയിം ആകുന്നത്, ആ സമയത്ത് ഈ ത്രെഡ് നല്ല മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പം ആ പേപ്പർ പീസ് താഴെ വീഴും. ആ താഴെ വീഴുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ത്രെഡ് ഇസ് വൈബ്രേറ്റിംഗ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അത് റെസണൻസ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഇസ് A മാക്സിമം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ A ഇസ് ഈക്വൽ ടു A മാക്സിമം ആകണമെങ്കിൽ നമുക്കറിയാം ദ കണ്ടീഷൻ ദ ആംപ്ലിറ്റ്യൂഡ് ടേം ഇസ് A ഇസ് ഈക്വൽ ടു F0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ 0² മൈനസ് p² ദ ഹോൾ സ്ക്വയർ പ്ലസ് 4k² p² ആണ്. അപ്പോൾ A മാക്സിമം ആണെങ്കിൽ A ഇസ് ഈക്വൽ ടു A മാക്സിമം ആകണമെങ്കിൽ ഡിനോമിനേറ്റർ മിനിമം ആകണം.
അപ്പോൾ ഡിനോമിനേറ്റർ എപ്പോൾ മിനിമം ആകും? അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആകണം. ദാറ്റ് ഈസ് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ, അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് d/dp ഓഫ്, അവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് p ആണ്, ω0² മൈനസ് പി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, റൂട്ടിനകത്ത് കിടക്കുന്ന ടേം എടുത്താൽ മതി, പ്ലസ് 4k² t സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആകണം. ഇപ്പോൾ ഈ ടേം 0 ആയാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയാൽ ഡിനോമിനേറ്റർ മിനിമം ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 ഇൻറ്റു ω0² മൈനസ് പി സ്ക്വയർ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക, d/dp ആണ്, അപ്പോൾ ഇതിനകത്ത് കണ്ട് പി സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2p പ്ലസ്, ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 4k² അതുപോലെ തന്നെ എഴുതുക, p സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2p വരും, അപ്പോൾ 8k² p ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ഫ്രം വിച്ച് ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് p ഇസ് ഈക്വൽ ടു √ω0² മൈനസ് 2k² എന്ന് എഴുതാം. p ഇസ് ഈക്വൽ ടു √ω0² മൈനസ്, അതായത് ഈ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിലാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുന്നത്, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ മിനിമം ആകുക എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫ്രീക്വൻസി, ഈ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേമാണ് p ഇസ് ഈക്വൽ ടു ω0² മൈനസ് 2k² എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി, p എന്ന് പറയുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസി ആണല്ലോ, ദിസ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി is termed as the resonant frequency എന്ന് പറയും, resonant frequency. അപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൊടുത്താലായിരിക്കും അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് PR which is equal to √ω0² minus 2k². okay, and ഈ കണ്ടീഷനെയാണ് നമ്മൾ റെസണൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, റെസണൻറ്റ് ഫ്രീക്വൻസി നമുക്ക് PR/2π എന്ന് എഴുതാം. ഇത് ഫ്രീക്വൻസി ആണല്ലോ, അപ്പം അപ്ലൈഡ് ഫ്രീക്വൻസിയെ നമുക്ക് PR/2π എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു √ω0² മൈനസ് 2k² ഡിവൈഡഡ് ബൈ 2π എന്ന് എഴുതാം. ω/2π, ഒമേഗയ്ക്ക് പകരമാണ് നമ്മൾ p കൊടുക്കുന്നത്, ഫോഴ്സിൽ നമ്മൾ p കൊടുക്കുന്നത്, എക്സാക്ട്ലി ഈക്വൽ ടു ഒമേഗ ആണ് നമുക്ക് അപ്ലൈഡ് ഫ്രീക്വൻസിയിൽ p ഉള്ളത്. അപ്പം p/2π, ω/2π ആണ് ഫ്രീക്വൻസി, അപ്ലൈഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, വിച്ച് ഇസ് ഈക്വൽ ടു √ω0² മൈനസ് 2k² ബൈ 2π എന്ന് കൊടുക്കാം. ഈ കണ്ടീഷനെ നമ്മൾ എന്ത് പറയും? റെസണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ അപ്ലൈഡ് ഫ്രീക്വൻസി എപ്പോഴാണോ PR/2π ആകുന്നത് ആ സമയത്തായിരിക്കും ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കുക. ആൻഡ് ദ കണ്ടീഷൻ ഇസ് റെസണൻ്റ് കണ്ടീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ റെസണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്കിനി എ മാക്സിമം എത്ര ആണെന്ന് കണ്ടുപിടിക്കാം. ഈ PR അപ്ലൈ ചെയ്ത് നമുക്ക് എന്താണ് PR കൊടുക്കുമ്പോൾ വാട്ട് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ബോഡി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ ഈ PR എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് PR² ഇസ് ഈക്വൽ ടു ω0² മൈനസ് 2k² എന്ന് വരും. From which we can write 2k² is equal to ω0² minus PR² എന്ന് എഴുതാം. ഓക്കെ, സോ A max is equal to f0 divided by root of ω0² minus p² പകരം നമുക്ക് ആരെ അപ്ലൈ ചെയ്യാം? 2k² അപ്ലൈ ചെയ്യാം. നമുക്കറിയാം A is equal to f0 divided by root of ω0² minus p² എന്നാണ്. p² ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം റെസണൻ്റ് ഫ്രീക്വൻസി ആകുമ്പോൾ ഇതിനെ PR² എന്ന് കൊടുക്കാം, പ്ലസ് 4k², ഇവിടെ നമുക്ക് PR² എന്ന് കൊടുക്കാം, p² മാറ്റി PR² എന്ന് കൊടുക്കാം റെസണൻ്റ് കണ്ടീഷൻ ആകുമ്പോൾ. അപ്പോൾ ഈ ω0² മൈനസ് PR² നമുക്ക് 2k² കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 2k² ദി ഹോൾ സ്ക്വയർ എന്ന് വരും, ദ ഹോൾ സ്ക്വയർ, അതായത് 4k⁴ എന്ന് വരും, പ്ലസ് 4k² PR² എന്ന് കൊടുക്കാം, PR². ഓക്കെ, അപ്പോൾ ഇതിനെ f0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4k⁴ പ്ലസ് 4k² PR² എന്ന് കൊടുക്കാം. 4k² രണ്ടിടത്തു നിന്നും കോമൺ ആയിട്ട് പുറത്തെടുക്കുക, ദാറ്റ് ഇസ് f0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇവിടെ ഒരു 2k² എടുക്കാം, ഇവിടെയും ഒരു 2k²ഉം 4k² ഈ രണ്ടിടത്തു നിന്നും പുറത്തെടുക്കാം. അപ്പോൾ പുറത്ത് വരുമ്പോൾ അത് 2k ആയി, 2k ഇൻറ്റു ബാക്കിയുള്ളത് ഇവിടെ ഒരു k² ഉണ്ട്, k² പ്ലസ് PR² എന്ന് കൊടുക്കാം, PR². സോ
this is the maximum amplitude, that is when P is equal to PR, the maximum amplitude അല്ലെങ്കിൽ റെസൊണൻസ് കണ്ടീഷനിൽ ആ ബോഡിയുടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ മാക്സ് ഇസ് ഈക്വൽ ടു F0 ഡിവൈഡ് ബൈ 2k ഇൻറ്റു റൂട്ട് ഓഫ് k സ്ക്വയർ പ്ലസ് PR സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് അപ്ലൈഡ് ഫ്രീക്വൻസി ഇസ് സ്മോളർ ഓർ ഗ്രേറ്റർ ദാൻ PR, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വൈബ്രേഷൻ ഇസ് സ്മോളർ. ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഡാമ്പിങ് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ റെസൊണൻറ്റ് ഫ്രീക്വൻസി PR എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ω0 ആയിട്ട് മാറും, വിച്ച് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പോൾ ഇതാണ് 3 സ്പെഷ്യൽ കേസസ് ഓഫ് ഫോർസ്ഡ് ഹാർമോണിക് ഓസിലേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.